616 പാരഗ്രാഫ് മുതൽ ഒരു ചാപ്റ്ററാണ് വിസിറ്റ് ടു A1 and A4 ടു ലക്ഷ്യ ദ ഷോപ്പ് ഓഫ് PW 179 എന്ന് പറയുന്നത് കാവ്യമാധവൻ. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദ ഡിസ്കഷൻസ് ഹിയർ ആൻഡ് ബിഫോർ ഈസ് സഫിഷ്യന്റ് ടു ഹോൾഡ് ദാറ്റ് ദ പ്രോസിക്യൂഷൻ ഫെയിൽഡ് ടു പ്രൂവ് ദ വിസിറ്റ് ഓഫ് അക്യൂസ് നമ്പർ 1 and 4 ടു ലക്ഷ്യ ഓൺ 22/2/2017. അതായത് പൾസർ സുനി ഈ ഹീനകൃത്യം നടത്തിയ ശേഷം ഫെബ്രുവരി 17 അതിനുശേഷം അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് പൾസർ സുനിയും ഇതിലെ 4ാം പ്രതിയായ വിജീഷ് എന്ന് പറഞ്ഞയാളും ചേർന്ന് കാവ്യമാധവൻ്റെ കടയാൽ ലക്ഷ്യയിലെത്തിയിരുന്നു എന്നുള്ളതാണ് ദിലീപിൻ്റെ അറസ്റ്റിന് ശേഷം ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വന്നത്. ഇതെന്താണ് എങ്ങനെയാണെന്നൊരു സംശയത്തിൽ കൺഫ്യൂഷൻ നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് പോലീസ് അന്ന് ചെയ്തത്. ദിലീപ് അത് കൈക്കലാക്കി കഴിഞ്ഞു എന്നുള്ള ഇംപ്രഷൻ ഉണ്ടാക്കി. അതിൻ്റെ പുറത്തൊക്കെ എത്ര കാലം ഡിസ്കഷൻസ് നടന്നതാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളുടെ റേറ്റിംഗ് ഏതാണ്ട് 600 പോയിൻറ്റ് മുകളിലേക്ക് കടന്നത് ഈ സമീപകാലത്ത് ഈ ദിലീപിൻ്റെ അറസ്റ്റിന് ശേഷമാണ് ഉണ്ടായത്. അത്രയധികം സാറ്റലൈറ്റ് ചാനലുകൾ ഇതിനെ ആഘോഷമാക്കി അവർക്ക് അത്രയും നേട്ടമുണ്ടാക്കാൻ വേണ്ടി മത്സരിച്ച് ഇത്തരം പോലീസ് കഥകൾ അടിക്കുന്ന ഒരു സീസണായിരുന്നു. ഞാൻ പക്ഷേ ആ സമയത്ത് അങ്ങനെ ചെയ്തതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പോലീസിനെ വിശ്വസിക്കുക എന്നുള്ള ഏത് ക്രൈം കേസിൻ്റെയും ആദ്യഘട്ടങ്ങളിൽ നമുക്ക് പ്രധാനമാണ്. പക്ഷേ പിന്നീടും ആ കഥകൾ മാത്രം വിശ്വസിച്ച് അതിലൊരു രേഖ പോലും പരിശോധിക്കാൻ തയ്യാറാകാതെ വളരെ സീനിയറായ ജേർണലിസ്റ്റുകൾ പോലും പലരും പോകുന്നു എന്നുള്ളിടത്താണ് നമുക്കിതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരുന്നത്. അതായത് ഈ ആരോപണം വന്നതിന് ശേഷം ഈ ആരോപണം അതിലെ സാക്ഷി PW പ്രോസിക്യൂഷൻ വിറ്റ്നസ് 126 സാഗർ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ലക്ഷ്യയിലെ പഴയൊരു സ്റ്റാഫാണ് അയാളെയാണ് സാക്ഷിയായിട്ട് പോലീസ് ഇതിന് ഉപയോഗിച്ചത്. അയാളാണ് വഴിയാണ് ഈ 2 പ്രതികൾ അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ വരുന്നത്. പക്ഷേ ഇവർ അവിടെ വന്നിരുന്നു എന്ന് പറയുന്നതിന് ഇവർ പറയുന്നതല്ലാതെ മറ്റൊരു തെളിവുമില്ല എന്നുള്ളതാണ് സ്ഥിതി. ശ്രദ്ധിക്കണം, ഇതിലെല്ലാ ഘട്ടത്തിലും ഈ കേസിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും പ്രതികൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച് അന്വേഷണം നീങ്ങുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് അപ്പുറത്ത് അതിനെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് യാതൊന്നുമില്ല. ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഈ 1700 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുകയാണ് ഓറൽ സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്, അല്ലാതെ കൊറോബറേറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പ്രത്യേകം എടുത്തെടുത്ത് പറയുകയാണ്. ഈ പൾസർ സുനിയുടെയും വിജീഷിൻ്റെയും മൊഴികൾ ഉണ്ട്. അവിടെ നോക്കുമ്പോൾ അവിടെ CCTV റെക്കോർഡില്ല, മറ്റൊരു രേഖയും അവരവിടെ പോയി എന്നുള്ളതിനില്ല. അത് മാത്രമല്ല, മറ്റൊരു സാക്ഷി അതായത് പ്രതിയായിരുന്ന പോലീസ് പിന്നീട് അപ്രൂവറാക്കി മാപ്പ് സാക്ഷിയാക്കി മാറ്റിയ PW 176 അയാൾ വിഷ്ണു ജയിലിൽ പൾസർ കൂട്ടുപ്രതിയായിരുന്ന ആളാണ്. അയാൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സമയത്ത് 2017 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാവ്യമാധവൻ്റെ ലക്ഷ്യയിലേക്ക് എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ മൊഴി എടുക്കുമ്പോൾ പോലും അയാൾ വളരെ ഇവേസീവായിരുന്നു അയാളുടെ മറുപടികൾ എന്നാണ് പറഞ്ഞത്. എപ്പോൾ പോയി എന്നൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഡേറ്റ് കോടതി പറയുന്നുണ്ട് 23/3/2017 അപ്പോൾ അതിനുശേഷം അയാൾ പോയി എന്നാണ് പറഞ്ഞത്. അയാൾ പോയതിൻ്റെയും CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഫോൺ കോൾ റെക്കോർഡ്സോ അങ്ങനത്തെ യാതൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇത് തള്ളിപ്പോവാണ്.